വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുകയാണ്. यहाँ पर देख सकते हैं 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 ഏതൊരു ചാനൽ പ്രതികരണങ്ങൾ എന്തോ എടുക്കുന്ന വേളയിലാണ് ഈ സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നത്. പെട്ടെന്ന് ആളുകൾ പരിഭ്രാന്തരാകുന്നതും ഒക്കെയാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. यहाँ पर देख सकते हैं यहाँ पर देख सकते हैं यहाँ पर देख सकते हैं ഇത് ചാനൽ ഓരോ വിഷയത്തിൽ പ്രതികരണം ആളുകളുടെ അവിടെ എത്തിയ ആളുകളുടെ ഇങ്ങനെ പ്രതികരണം തേടുന്ന സമയത്താണ് ഈ സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. ആളുകൾ പെട്ടെന്ന് പരിഭ്രാന്തരായി ഓടുന്നതും പിന്നീട് ആ സ്ഫോടനത്തിനെ തുടർന്നുണ്ടായ തീ ആളിപ്പടരുന്നത് ചുറ്റും ആളുകൾ ദൃശ്യങ്ങൾ പകർത്തുന്നതും ഒക്കെയാണ് ഇപ്പോൾ ഇതിൽ കാണാൻ കഴിയുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ഏതോ അവിടുത്തെ ചാനലിൽ എന്തോ പ്രതികരണങ്ങൾ തേടുന്ന സമയത്താണ് ഈ സ്ഫോടനം സംഭവിക്കുന്നത് അല്ലേ? നമുക്ക് നേരത്തെ മലയാളി നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ഈ ഒരു സംഭവത്തെ ഈ ഒരു എക്സാക്ട് മൊമെന്റിനെ നമുക്ക് ചേർത്ത് വായിക്കാം. അദ്ദേഹം പറഞ്ഞിരുന്നു, ഡൽഹിയിലെ ചില മാധ്യമങ്ങൾ, ലോക്കൽ മാധ്യമങ്ങൾ വന്ന് ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്, വലിയൊരു ശബ്ദം കേട്ടിട്ട് പൊട്ടിത്തെറി ഉണ്ടായത് എന്നുള്ള കാര്യം ആ ഒരു മലയാളിയുടെ പ്രതികരണം നമ്മൾ അല്പം മുൻപ് കേട്ടതാണ്. ആ എക്സാക്ട് മൊമെന്റാണ്, ആ സംഭവമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ടത്. ഈ പൊട്ടിത്തെറിക്കുന്നത്, അതായത് റെഡ് ഫോർട്ടിന് സമീപത്തെ ആ സിഗ്നലിൽ, റെഡ് സിഗ്നലിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായ ആ നിമിഷമാണ് ഈ ദൃശ്യത്തിലൂടെ ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. എത്രത്തോളം ഭീകരതയാണ്, എത്രത്തോളം വ്യാപ്തിയുണ്ട്, എത്രത്തോളം തീവ്രതയിലാണ് ആ ഒരു പൊട്ടിത്തെറി സംഭവിച്ചത്. അതിന്റെ ശബ്ദം, അതിന്റെ ആ ഒരു വെളിച്ചം എല്ലാം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം. ചില ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് മറ്റു വിഷയങ്ങൾ, SIR, ബീഹാർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറകിലായിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും ആ പൊട്ടിത്തെറിയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് അല്പസമയം മുൻപ് ആ മലയാളിയുടെ പ്രതികരണം ഉണ്ടായതും ആ ഒരു എക്സാക്ട് മൊമെന്റ് ആണ്, ആ ഒരു നിമിഷമാണ് ആ ഒരു ദൃശ്യത്തിൽ, ആ വീഡിയോയിൽ ഇപ്പോൾ പകർത്തിയിട്ടുള്ളതും. അതാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും ഇപ്പോൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ അപകട സമയത്ത് അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിയുടെ തൊട്ട് മുമ്പുള്ള നിമിഷത്തെ ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കാണുന്നത്. ആളുകൾ ചാനലിൽ സംസാരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് വലിയ ശബ്ദം, സ്ഫോടന ശബ്ദം കേൾക്കുന്ന ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു. പിന്നാലെ ആ തീ ആളിപ്പടരുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ആളുകൾ എടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വല്ലാത്ത ഒരു ആശങ്കപ്പെടുത്തുന്ന നിമിഷങ്ങൾ. ഡൽഹിയിലെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് 1 സമീപത്തുണ്ടായ സ്ഫോടനം, അതായത് ഒരു I-20 വാഹനം പതുക്കെ വരികയും അത് പൊട്ടിത്തെറിക്കുകയും അതിന് പിന്നാലെയുള്ള വാഹനങ്ങളിലേക്ക് കത്തി ആളിപ്പടരുകയും ചെയ്തതാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. ഇപ്പോൾ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്നത് ഇന്ന് രാവിലെ ഫരീദാബാദിൽ നിന്നടക്കം പിടികൂടിയ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ആളുകളെ കൂടുതൽ ചോദ്യം ചെയ്തു വരുന്നു. അവർക്ക് ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നതാണ്. കാരണം അവരെ പിടികൂടുമ്പോൾ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്തിയിരുന്നു. അത് ആ ഒരു ലിങ്ക്, ഈ സംഭവവുമായിട്ടുള്ള ലിങ്കിനെ കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഉള്ളത്. അവരെ ചോദ്യം ചെയ്തു വരുന്നു. ഡോക്ടർ മുസമ്മൽ അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു വരുന്നു എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അർജുൻ പീതാംബരൻ തുടരുന്നുണ്ട്. അർജുൻ,
ഒരുപക്ഷെ നാളെ ആകുമ്പോഴേക്കും ഈ സമയത്തെ കൂടുതൽ ദൃശ്യങ്ങൾ, ഈ രാത്രിയൊക്കെ ആകുമ്പോൾ ആളുകൾ വർത്താനം പറഞ്ഞ് മലയിൽ കൂട്ടുകാരോടൊത്ത് ചിത്രങ്ങൾ എടുക്കുന്നൊക്കെ ഒരു സമയമാണ്. ആ സമയത്ത് ഒരുപക്ഷെ ഈ വാഹനം കടന്നു വരുന്നതടക്കം ഇനി പല ക്യാമറകളിലും, പല ഫോണിലെ ക്യാമറകളിലും ഒക്കെ പതിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ദൃശ്യങ്ങൾ നാളെ പ്രതീക്ഷിക്കാം. നിലവിൽ പോലീസിൻ്റെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളതാകും ഈ ദൃശ്യങ്ങളും ഒക്കെ, അല്ലേ? തീർച്ചയായിട്ടും ഈ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുള്ളതാണ്. പോലീസിന് നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, അവിടെ ആ സമയം ഉണ്ടായിരുന്നിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, മറ്റ് ലോക്കൽ മീഡിയകൾ, ഇവരുടെ എല്ലാവരുടെയും ദൃശ്യം പരിശോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഡൽഹി പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. ഒപ്പം CCTV ക്യാമറകളും വളരെ നിർണായകമായിട്ടുള്ള തെളിവായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാറിന്റെ നമ്പർ പ്ലേറ്റ്, കാർ എവിടെ നിന്ന് വന്നു, കാറിനകത്തുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഈ CCTV ക്യാമറകളിലൂടെ ഇപ്പോൾ താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇപ്പോൾ AI ക്യാമറയിൽ ദൃശ്യങ്ങൾ എടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായ അതിന്റെ ചിത്രങ്ങളെല്ലാം പതിയാറുണ്ട്. സമാനമായിട്ട് തന്നെയുള്ള സാങ്കേതിക വിദ്യകൾ ഉള്ള ക്യാമറകൾ, അത് CCTV മാത്രമല്ല ഈ ട്രാഫിക് റൂളുകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഡൽഹിയിലും നിരവധി ക്യാമറകൾ ഉണ്ട്. അതിലെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ, പകർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം വളരെ നിർണായകമായിട്ടുള്ള തെളിവുകളാകും എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. അമിത്ഷാ ആദ്യം തന്നെ പറഞ്ഞത് CCTV അടക്കം ആ പ്രദേശത്തുണ്ടായിരുന്ന ക്യാമറകളെല്ലാമാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു. കാറിനകത്തുണ്ടായിരുന്നവരെ സംബന്ധിച്ചുള്ള കാര്യം, കാറിന്റെ നമ്പർ പ്ലേറ്റ്, കാറിന്റെ മേക്ക്, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ I-20 ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകളും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നേരത്തെ വസന്ത് അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമായിരുന്നു. സെക്കൻഡ് ഓണർ, അതായത് ാണ് ആ ഓണറിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയേണ്ടിയിരിക്കുന്നു. അതെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു നിമിഷത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഒരു ഭീകരാക്രമണം എന്ന ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ പോലീസ് മുന്നിലുമുള്ളത്. അത് നേരിട്ട് ലിങ്ക് ചെയ്യുന്നത്, ബന്ധിപ്പിക്കുന്നത് ഫരീദാബാദിൽ നിന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള അറസ്റ്റുകളും ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഈ അനന്തനാഗിലെ റെയ്ഡും, അവിടെ കൗണ്ടർ ഇന്റലിജൻസിന്റെ റെയ്ഡ് കഴിഞ്ഞ 2-3 ദിവസമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. 7-8 ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാരാമുല്ലയിലും അനന്തനാഗിലും ഉൾപ്പെടെയുള്ള ഇടത്തെല്ലാം തന്നെ ഈ കൗണ്ടർ ഇന്റലിജൻസിന്റെ വലിയ രീതിയിലുള്ള റെയ്ഡും അതിന്റെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഡൽഹി പോലീസിനും ഇപ്പോൾ പറയാനുള്ളത്. അതിനെ സംബന്ധിച്ച് സ്ഥിരീകരിച്ച കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ നാളെയോ വരും ദിവസങ്ങളിലോ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാരണം അത്രയും രഹസ്യാത്മകമായിട്ടുള്ള അന്വേഷണമായിട്ടാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളടക്കം അവർക്ക് നേരത്തെ ലഭിച്ചതാണ്, അതിലാണ് പിന്നീട് നമുക്ക് ലഭിക്കുന്നതെന്ന് ഇപ്പോൾ അത് പുറത്തുവിടാൻ സാധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ നിമിഷങ്ങളിലടക്കം കർശനമായിട്ടുള്ള പരിശോധന കൂടി നടക്കുന്നതിന് ഡൽഹിയിൽ ആകമാനം പോകുന്നു. ആകെ ഡൽഹി ഒരു സുരക്ഷാ വലയത്തിലായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ സംഭവ സ്ഥലത്തിന് അപ്പുറത്തേക്ക് വലിയൊരു സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ആകെ ഉള്ളത് എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കും. അതിനപ്പുറത്തേക്ക് ആ സംഭവ സ്ഥലത്ത് NSC, NIA, NSCയുടെ 2 സംഘങ്ങളുണ്ട്. NIA, ഫോറൻസിക്കിന്റെ സംഘങ്ങൾ, ഡോഗ് സ്ക്വാഡ്, മറ്റ് അന്വേഷണ ഏജൻസികൾ, ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ സെൽ ഡൽഹിയുടെ ഇതെല്ലാം എത്തി വലിയ തോതിലുള്ള പരിശോധന ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു ചെറിയ തെളിവ് പോലും ലഭിക്കുന്ന രീതിയിൽ, അതായത് അത്തരത്തിൽ നോ സ്റ്റോൺ അൺടേൺഡ് എന്നുള്ള രീതിക്കാണ് അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുള്ള കാര്യം അമിത്ഷായും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ, ഒരു പക്ഷെ നാളെയൊക്കെ ആയിട്ട് ലഭിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. NMGP ആശുപത്രിയിൽ എന്തായാലും മറ്റ് ആംബുലൻസുകളുടെ വരവ് ഇല്ല. അതായത് എല്ലാവരും പരിക്കേറ്റവരെ എല്ലാവരും എത്തിച്ചിരിക്കുന്നു. ഇവിടെ ശുശ്രൂഷ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നാളെ രാവിലെയോടെയൊക്കെ ആരംഭിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മരിച്ച ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുള്ള വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഉത്തർപ്രദേശിലെ അമ്രോഹ സ്വദേശിയാണ് അശോക് കുമാർ. മറ്റുള്ളവരെ വിവരങ്ങൾ വൈകാതെ തന്നെ ആശുപത്രി അധികൃതർ അറിയിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.